നമുക്ക് റിക്കേഷൻ ഉപയോഗിച്ച് ഡിസ്പ്ലേ അറേ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ചെയ്യാം. Print elements of an array of integers. Input 1, 2, 3, 4, 5. Output 1, 2, 3, 4, 5. ഇവിടെ ഇൻപുട്ട് ആയിട്ട് ഒരു അറേ ഓഫ് ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ടാവും. ഔട്ട്പുട്ടിൽ ആ അറേ ഓഫ് ഇൻറ്റീജേഴ്സിലുള്ള എലമെന്റ്സ് എല്ലാം ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. നമുക്ക് റിക്കേഷൻ ഉപയോഗിച്ച് ഇത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടുത്തെ നമ്മുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? Print n elements of an array. ഇതായിരുന്നു നമ്മുടെ മെയിൻ പ്രോബ്ലം. ഈ പ്രോബ്ലത്തെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. Print first element print remaining n-1 elements. ഇവിടെ നമുക്കുണ്ടായിരുന്ന മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ n എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാനായിരുന്നു. ഇതിനെ നമ്മൾ രണ്ട് സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒരു എലമെന്റിനെ പ്രിന്റ് ചെയ്യുക, പിന്നെ പ്രിന്റ് റിമൈനിങ് n-1 എലമെന്റ്സ്. ഇപ്പം നമ്മൾ പ്രിന്റ് n എലമെന്റ്സിന് വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ആ സെയിം ഫംഗ്ഷൻ തന്നെ n-1 എലമെന്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? നമുക്ക് ചെയ്യേണ്ടത് n എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യുക. അന്നേരം നമ്മൾ പ്രിന്റ് ചെയ്യുക ഫസ്റ്റ് എലമെന്റിനെയാണ്, പിന്നെ റിമൈനിങ് n-1 എലമെന്റ്സിനെയാണ്. അന്നേരം ഫസ്റ്റ് എലമെന്റിനെയാണ് പ്രിന്റ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക? ഇൻഡെക്സ് വെച്ചിട്ട്. അപ്പം നമ്മുടെ ഫംഗ്ഷന്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ആയിരിക്കും. ഏത് ഇൻഡെക്സ് തൊട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടത്? ഇപ്പം ഐയുടെ വാല്യൂ 0 ആണെങ്കിൽ നമ്മൾ ആദ്യത്തെ എലമെന്റിനെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് അറേ ഓഫ് ഐ. പിന്നെ ചെയ്യേണ്ടത് പ്രിന്റ് റിമൈനിങ് n-1 എലമെന്റ്സാ. അതിനുവേണ്ടി നമ്മൾ റിക്കേഷൻ യൂസ് ചെയ്യും. റിക്കേഷനിൽ നമ്മൾ f ഓഫ് i+1 എന്ന് പറയും. എന്ന് വെച്ചാൽ i+1 തൊട്ട് എൻഡ് ഓഫ് ദ അറേ വരെയുള്ള എലമെന്റ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതെന്ന് പറഞ്ഞാൽ n-1 എലമെന്റ്സ് ആണ്. ഈ റിക്കേഷൻ എപ്പോഴാണ് നിൽക്കേണ്ടത്? എല്ലാ എലമെന്റ്സിനെയും പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ. എല്ലാ എലമെന്റ്സിനെയും പ്രോസസ് ചെയ്ത് കഴിയുന്നത് എപ്പോഴാ? ഐയുടെ വാല്യൂ ലെങ്ത് ഓഫ് അറേ ആയിട്ട് ഈക്വൽ ആകുമ്പോൾ. അന്നേരം എന്താ ചെയ്യേണ്ടത്? റിട്ടേൺ. ഇതിന്റെ കോഡ് നോക്കാം. ഡെഫ് പ്രിന്റ് അറേ അറേ ഐ ഇൻഡെക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇഫ് ഐ ഈക്വൽ ടു ലെങ്ത് ഓഫ് അറേ റിട്ടേൺ. ഇത് നമ്മുടെ ബേസ് കേസ് ആണ്. പ്രിന്റ് അറേ ഓഫ് ഐ. പ്രിന്റ് അറേ i+1. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് n ആണ്. നിങ്ങൾ റിക്കേഷൻ ട്രീ വരച്ചു കഴിഞ്ഞാൽ n ഫംഗ്ഷൻ കോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n വന്നത്. പിന്നെ ഇവിടെ ഒറ്റ ഒരു പാത്ത് ഉണ്ടായിരിക്കുള്ളൂ. ആ പാത്തിൽ n ഫംഗ്ഷൻ കോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n. നമ്മൾ നേരത്തെ എഴുതിയ കോഡിൽ എന്താ സംഭവിച്ചത്? പ്രിന്റ് അറേ 0 എന്ന് പറഞ്ഞപ്പോൾ ഈ അറേ എക്സാമ്പിൾ ആയിട്ട് എടുത്തോ. നമ്മൾ 0th എലമെന്റിനെ പ്രിന്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ലീവ് പ്രിന്റിംഗ് ഓഫ് ഫസ്റ്റ് ടു ഫോർത്ത് ഇൻഡെക്സ് എലമെന്റ്സ് ടു റിക്കേഷൻ. ബാക്കിയുള്ള എലമെന്റ്സിന്റെ പ്രിന്റിങ് റിക്കേഷന് വേണ്ടി വിട്ടുകൊടുത്തു. ഈ എക്സാമ്പിളിൽ 0th എലമെന്റിനെ നമ്മൾ പ്രിന്റ് ചെയ്ത് അത് കഴിഞ്ഞ് പ്രിന്റിംഗ് ഓഫ് ഫസ്റ്റ് ഇൻഡെക്സ് ടു ഫോർത്ത് ഇൻഡെക്സ് എലമെന്റ്സ് റിക്കേഷന് വേണ്ടി വിട്ടുകൊടുത്തു. ഞാൻ നിങ്ങളോട് പറയാണ്, പ്രിന്റ് അറേ ലെങ്ത് ഓഫ് അറേ -1 എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ എഴുതണം. അതെങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുക? നിങ്ങൾ പ്രിന്റിംഗ് ഓഫ് തേർഡ് ഇൻഡെക്സ് ടു 0th ഇൻഡെക്സ് റിക്കേഷന് വേണ്ടി വിട്ടുകൊടുക്കും. അത് കഴിഞ്ഞ് ഫോർത്ത് ഇൻഡെക്സ് പ്രിന്റ് ചെയ്യും. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഐ ഇനിഷ്യലി പോയിന്റ് ചെയ്യുന്നത് 4ലോട്ടാണ്. അന്നേരം നമ്മൾ പ്രിന്റിംഗ് ഓഫ് തേർഡ് ഇൻഡെക്സ് ടു 0th ഇൻഡെക്സ് എലമെന്റ്സ് റിക്കേഷന് വേണ്ടി വിട്ടുകൊടുത്തു. റിക്കേഷൻ അതെല്ലാം പ്രിന്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഫോർത്ത് ഇൻഡെക്സിലുള്ള എലമെന്റിനെ പ്രിന്റ് ചെയ്യുക. ഡെഫ്
പ്രിന്റ് അറേ I if I equal to -1. ഇവിടെ നമ്മൾ അറേയുടെ ബാക്കിൽ നിന്നാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. അന്നേരം എല്ലാ എലമെന്റ്സിനും പ്രോസസ് ചെയ്ത് കഴിയുന്ന എപ്പോഴായിരുന്നു? ഐയുടെ വാല്യൂ -1 ആകുമ്പോൾ. അതുകൊണ്ട് ഇവിടെ റിട്ടേൺ പ്രിന്റ് അറേ I -1. ബാക്കിൽ നിന്ന് റിമൈനിങ് n-1 എലമെന്റ്സ് നമ്മൾ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് അറേ ഓഫ് I array equal to 1 2 3 4 5 print array length of array -1. ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്, സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. ഇതൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ചെയ്യാൻ നോക്കണം. ഡിസ്പ്ലേ array in reverse. Print elements of array of integers in reverse order. Input 1 2 3 4 5. Output 5 4 3 2 1. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻപുട്ട് ആയിട്ട് ഒരു അറേ ഓഫ് ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ടാവും. ഔട്ട്പുട്ടിലെ ആ അറേയിലെ എലമെന്റ്സ് എല്ലാം റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യണം. ഇത് റിക്കർഷൻ ഉപയോഗിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. എനിക്ക് വേണ്ടത് 2 മെത്തേഡ്സ് ആണ്. പ്രിന്റ് അറേ റിവേഴ്സ് അറേ 0. ഇവിടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 0th ഇൻഡെക്സ് ആണ്. പ്രിന്റ് അറേ റിവേഴ്സ് അറേ ലെങ്ത് ഓഫ് അറേ -1. ഇവിടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് ആണ്. ഇങ്ങനെയുള്ള 2 മെത്തേഡ്സ് നിങ്ങൾ എഴുതണം.